വയനാട് ചൂരൽമലയിൽ വീണ്ടും ശക്തമായ മഴ. മുണ്ടക്കൈ അട്ടമല റോഡിൽ വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്. ആളുകളെ ബെയിലി പാലത്തിന് സമീപത്ത് നിന്ന് മാറ്റുകയാണ്. തത്സമയ വിവരങ്ങളുമായി ബെയിലി പാലത്തിന് സമീപത്ത് നിന്ന് ആഷിഖ് റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ശക്തമായ മലവെള്ളപ്പാച്ചിൽ അവിടെ ഉണ്ടായി. കണ്ണിലും മണ്ണും എല്ലാം ഒലിച്ചു വരുന്നത് വീണ്ടും ഒരു ഉരുൾപൊട്ടലാണോ എന്ന ആശങ്ക പോലും ഉണ്ടായിരുന്നു. പക്ഷേ അത് നേരത്തെ ഉരുൾപൊട്ടലിലെ അവശിഷ്ടങ്ങളായിരുന്നു എന്ന ഔദ്യോഗികമായ വിശദീകരണം വന്നിരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും വീണ്ടും ശക്തമായ മഴ ഉണ്ടാവുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ആളുകൾ അവിടെ പ്രതിഷേധിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയോ? ബിനിലെ ആശങ്കയ്ക്ക് കുറവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മഴ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രദേശത്ത് നിന്ന് ആളുകൾ ആരും ഒഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാന കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആളുകൾക്കുള്ള പ്രതിഷേധമാണ്. അത് നേരത്തെ ഈ ദിവസവേതനം അടക്കം വാടക അടക്കം നൽകാത്തുള്ള ഒരു പ്രതിഷേധമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മുണ്ടക്കൈ അട്ടമല റോഡാണ്. ആ പ്രദേശത്ത് ഇപ്പോൾ മഴ കുറഞ്ഞതിനാൽ തന്നെ ചെറിയ രീതിയിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ആ റോഡ് നേരത്തെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. അതാണ് ഇപ്പോൾ മഴ കുറഞ്ഞതിനെ തുടർന്ന് അല്പം ആ വെള്ളമടക്കം താന്നിട്ടുണ്ട്. ഈ ഇടയ്ക്കിടെ ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രതിസന്ധി. ചിലയുടെ സമയത്ത് പെട്ടെന്ന് ശക്തമായ മഴയും പിന്നെ അല്പനേരം ശമനവും ഉണ്ടാകും. എന്തായാലും വലിയ സുരക്ഷയാണ് ഈ പ്രദേശത്ത് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫയർഫോഴ്സിന്റെ അടക്കം നിരവധി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ വന്നപ്പോൾ കണ്ട ഏറ്റവും വലിയ പ്രധാന പ്രതിസന്ധി തോട്ടം മേഖലയിൽ പണിക്ക് പോയ ഏകദേശം 200ഓളം തൊഴിലാളികൾ ആ പ്രദേശത്ത് കുടുങ്ങിപ്പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. തുടർന്ന് ഉദ്യോഗസ്ഥരടക്കം നടത്തി വാഹനമടക്കം ഉപയോഗിച്ചാണ് ഈ പ്രദേശത്ത് നിന്ന് അപ്പുറത്തേക്ക് ആളുകളെ അടക്കം മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ അടക്കം ഉദ്യോഗസ്ഥർ ആ പ്രദേശത്ത് പോയി പരിശോധന നടത്തി തിരിച്ചു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ബെയിലി പാലത്തിനോട് അടുത്ത് വെള്ളം കയറിയിട്ടില്ല എന്ന് ആശ്വാസമായി പറയുമ്പോൾ പോലും ഈ ചൂരൽമല ടൗണിലേക്ക് അടക്കം വെള്ളം കയറാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. ഇപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കൽപ്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രദേശവാസികൾ തന്നെ നമ്മളോട് ചേരുന്നുണ്ട്. ഇപ്പോൾ മഴയുടെ സാഹചര്യം ഇവിടെ എങ്ങനെയാണ് നിലവിലെ? 2 ദിവസമായിട്ട് കനത്ത മഴയായിരുന്നു. പിന്നെ നമുക്ക് വലിയൊരു ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബെയിലി പാലത്തിന്റെ അപ്പുറത്തേക്ക് രാവിലെ പോയ തൊഴിലാളികളൊക്കെ അപ്പുറം കുടുങ്ങിപ്പോയി. 10-200 തൊഴിലാളികൾ കുടുങ്ങിപ്പോയി. അവരിപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതിനകത്ത് ഒരുപാട് കഴിഞ്ഞ ഉരുൾപൊട്ടൽ ഒരുപാട് വേസ്റ്റ് ഓൾറെഡി പുഴയിൽ വന്ന് കിടക്കുന്നുണ്ട്. ഇതൊന്നും ശരിക്കും മാറ്റിയിട്ടില്ല. ഒരു വർഷമാകുന്ന ഉരുൾ പൊട്ടിയിട്ട് ഇത് മാറ്റാതെ ഇതിൻ്റെ മേലെ കൂടെ വെള്ളം എക്സീഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇനിയും എക്സീഡ് ചെയ്ത് വെള്ളം വരികയാണെങ്കിൽ പുഴ ഇനിയും ഗതിമാറി ഒഴുകി ഒരുപാട് പേര് ഇനിയും മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു പഠനം നടത്തിക്കൊണ്ട് ഇവിടെയുള്ള അപകട ഭീഷണിയുള്ള വീടുകളിലുള്ള ആളുകളെ ഇപ്പോൾ 10, 11, 12 വാർഡുകൾ നിലവിലുള്ള അപകട ഭീഷണിയുള്ള ഇനി ഇവിടെ താമസിക്കുന്ന ആളുകളിൽ ആർക്കെങ്കിലും മാറണം എന്നുണ്ടെങ്കിൽ അപകട ഭീഷണിയുള്ള ആളുകളെ ഒരു 3 മാസമെങ്കിലും ഇവിടുന്ന് മാറ്റി പാർപ്പിക്കണം എന്നാണ് നാട്ടിൽ നമുക്ക് പറയാനുള്ളത്. ആളുകൾ ഇവിടെ വലിയ പ്രതിഷേധം നടത്തി. പ്രധാനമായും ഈ ദിവസവേതനം വാടക നൽകില്ല എന്നല്ല. അതിന്റെ എത്രത്തോളം ഇങ്ങനെ പേർക്ക് വാടക അടക്കം കിട്ടാനുണ്ട്? ഇവിടെ പ്രധാനമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ദിനപത്ത 300 രൂപയാണ് പ്രധാനമായിട്ടുള്ള വിഷയം. കാരണം ഈ മൺസൂൺ സീസൺ വരുന്ന സമയത്ത് ആളുകൾക്ക് ഉപജീവനം നഷ്ടപ്പെടും. ഇപ്പോൾ ഇന്നിപ്പം തൊഴിലാളികളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി അവർക്ക് എന്നാ പണി കിട്ടുമെന്നറിയില്ല. ഇതേപോലെ എല്ലാ മേഖലയിലും സർവത്ര മേഖലയിലും തൊഴിലില്ല. അപ്പോൾ അവർക്കും കൂടി ഈ ദിനപത്ത കൊടുത്തില്ലെങ്കിൽ പട്ടിണിയിലേക്ക് ആളുകൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് എത്രയും പെട്ടെന്ന് സർക്കാർ പരിഗണിക്കണം തന്നെയാണ് പറയാനുള്ളത്. ബിനിൽ, ഇതാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ പ്രശ്നം ഇരുവശം ഇനി വലിയ രീതിയിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം മഴക്കാലമാണ് വരുന്നത്. തോട്ടം തൊഴിലാളികളാണ് ഈ ചൂരൽമല പ്രദേശത്ത് കൂടുതലായും തൊഴിലെടുക്കുന്നത്. അവർക്ക് ഇനി മഴക്കാലത്ത് ഒരു ജോലി എന്നുള്ളത് ലഭിക്കില്ല. അതിനാൽ തന്നെ കൃത്യമായി ദിവസവേതനം നൽകിയില്ലെങ്കിൽ അത് വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്കടക്കം പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് സൂചിപ്പിച്ചാൽ 200ഓളം തൊഴിലാളികളാണ് ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ അവിടേക്ക് പോയി ആ പ്രദേശത്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ മഴക്കാലമായിട്ട് പോലും ഈ ദുരന്ത പ്രദേശത്ത് പോയി ജോലി എടുക്കുന്ന സാഹചര്യമുണ്ട്.